സേനാധിപ, അവന്റെയും അവൻ രക്ഷിച്ച രമണകന്റെയും അവർക്ക് അഭയം കൊടുത്ത നീച ഗോത്രത്തിന്റെയും തലകൾ എനിക്ക് വേണം. നമുക്കിവിടെ തങ്ങാം. ഇവിടെ ആകുമ്പോൾ ശബ്ദം പുറത്ത് കടക്കില്ല. കാവലിന് കാഴ്ചയുള്ള ഞാനുണ്ട്. ഈ പഴത്തിന്റെ ചാറ് കുഞ്ഞിന്. ഇലാമപ്പഴത്തിന്റെ ചാറ് കൊടുത്തില്ലെങ്കിൽ പിറക്കുന്ന കുട്ടികൾക്ക് ഉയിര് വെക്കില്ല. സിദ്ധൌഷധം. ഒരു കാലത്ത് ഇവിടെ ജനിച്ചു വീഴുന്ന ശിശുക്കൾക്ക് ആയുസ് ഒരു നാൾ മാത്രമായിരുന്നു. തലമുറകൾ സന്തതിയേറ്റുപോകുന്നതിൽ മനംനൊന്ത് ഞങ്ങൾ പാറകളുടെ ദേവതയെ പ്രാർത്ഥിച്ചു. ദേവത പ്രത്യക്ഷപ്പെട്ട് ഏതോ വിത്ത് വാരിയെറിഞ്ഞു. മഴയും വെയിലും കുളിരും കാറ്റും പോറ്റിയ വിത്തുകൾ മാമരമായി. മരം പൂത്തു കായ്ച്ചപ്പോൾ ദേവിയുടെ അരുളപ്പാട് അനുഗ്രഹമായി. അന്നു തൊട്ട് താഴ്വാരത്തെ ശിശുക്കൾ മരിക്കാതായി. അത്ഭുതസിദ്ധിയുള്ള ഈ പഴമാണ് ഞങ്ങളുടെ ജീവന്റെ രഹസ്യം. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ കൊതി തോന്നും. പക്ഷേ വിത്ത് കഴിക്കരുത്. കൊടിയ വിഷമാണ്. മരണം നിശ്ചയം. എന്റെ കണ്ണുകൾ ഇരട്ടുകയായിരുന്നു. ഈശ്വര, എനിക്ക് എന്റെ
കഴിക്കരുത്. നിങ്ങളുടെ അന്ധതയുടെ കാരണം ഇലാമ പഴമാണ്. ഇലാമ പഴമാറി കഴിക്കരുത്. നിങ്ങളുടെ അന്ധതയുടെ കാരണം ഇലാമ പഴമാണ്. അതാരും കഴിക്കരുത്. അത് വിട്ട അന്ധതയുടെ ഈ താഴ്വരയിൽ എന്നെ തളയ്ക്കരുത്. ഇലാമ പഴാരും കഴിക്കരുത്. അത് കഴിച്ചാണ് നിങ്ങൾ അന്ധരായത്. ഈ മണ്ണിന്റെ വിശുദ്ധി കളങ്കപ്പെടുത്തിയ നിനക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? കാഴ്ചയുടെ ഭാഗ്യവുമായി ഈ താഴ്വരയിലെത്തിയവനാണ് ഞാൻ. അന്ധതയുടെ കാരണം ഇലാമ മരത്തിന്റെ പഴമാണെന്ന സത്യം ഞാൻ വിളിച്ചു പറഞ്ഞു. നിർത്ത്. താഴ്വാരത്തിന് അതിൻ്റെതായ സത്യങ്ങളുണ്ട്. സേനാധിപ, നാം ഈ അവിശ്വാസിക്ക് വധശിക്ഷ വിധിക്കുന്നു. വിശിഷ്ട ഫലത്തിന്റെ പവിത്രതയെ തള്ളിപ്പറഞ്ഞതിന് വിശേഷപ്പെട്ട മരണം. ഇന്നോളം ആർക്കും നൽകിയിട്ടില്ലാത്ത ശിക്ഷ. ഇലാമ പഴത്തിന്റെ വിഷവിത്ത് ഇവന് മൃത്യുവിനുള്ള ഔഷധം. രഘുരാമന് ഇലാമപ്പഴത്തിന്റെ കുരുവെടുത്ത് കൊന്നു. രഘുരാമ! രഘുരാമ! എന്റെ ഗുരുവേ, ഇലാമ പഴത്തിന്റെ കുരു വിഷമല്ല. ഇലാമ പഴത്തിന്റെ കുരു വിഷമല്ല. ഇലാമ പഴത്തിന്റെ കുരു വിഷമല്ല. നിങ്ങളുടെ അന്ധത മാറാനുള്ള സിദ്ധ ഔഷധമാണ്. എനിക്ക് എന്റെ കാഴ്ച തിരിച്ചു കിട്ടി. എനിക്ക് എന്റെ കാഴ്ച തിരിച്ചു കിട്ടി. ഞാനത് അനുഭവിച്ചു. ഞാനാണ് സാക്ഷ്യം. ഞാനാണ് സാക്ഷ്യം. ഇവനാണ് സാക്ഷ്യം. ഭ്രാന്തൻ. ഇവൻ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കും. എന്നെ വിശ്വസിക്കൂ. ഇവൻ നമ്മുടെ ലോകത്തിന് ആപത്താണ്. സത്യം അനുഭവിച്ചറിഞ്ഞ എന്നെ നിങ്ങൾ വിശ്വസിക്കൂ. നമ്മുടെ വിശ്വാസങ്ങളെ തള്ളിപ്പറഞ്ഞ ഇവനെ കല്ലെറിഞ്ഞോടിക്ക്.
അരുത്. എന്നെ വിശ്വസിക്കോ? അരുത്. കുഞ്ഞുങ്ങളെ, ഞാൻ പറഞ്ഞില്ലേ, താഴ്വാരത്ത് ആരും നിന്നെ വിശ്വസിക്കില്ല. അതിലെനിക്ക് ദുഃഖമില്ല. സത്യം മറഞ്ഞു കിടക്കും, അത് മായുകയില്ല. കൂട്ടുകാരാ, നിനക്ക് എന്നെ വിശ്വസിക്കാമോ? എൻ്റെ കണ്ണുകളിലെ ജ്വാല നിന്റെ ഇരുൾ മൂടിയ കണ്ണുകളിലേക്ക് ഞാൻ പകർന്നു തരാം. താഴ്വരയുടെ കണ്ണ് തുറക്കാനുള്ള സത്യാന്വേഷണത്തിന് നിന്നെ എനിക്ക് വിട്ടുതരൂ. നിനക്ക് ഞാൻ എന്നെ തരുന്നു, എന്റെ സമന്തകയെയും. അവൻ ഉയർത്തെഴുന്നേറ്റു അത്രേ. ഇത് പറയാൻ നിങ്ങളുടെ നാവുകൾക്ക് ലജ്ജയില്ലേ? തലമുറകളിലൂടെ തിടം വെച്ച വിശ്വാസ ഗോപുരങ്ങളാണ് അവൻ കടപുഴക്കി എറിയുന്നത്. സേനാധിപ, അങ്ങ് ആജ്ഞാപിക്കണമെന്നില്ല. വിനാഴികയ്ക്കുള്ളിൽ അവൻ അവിടത്തെ കാൽ കീഴിൽ. സമന്തകെ, ഞാൻ രഘുരാമൻ. അന്ധതയുടെ ഈ കോട്ടയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സമയമായി. വെളിച്ചത്തിന്റെ ലോകം കാണാൻ കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്റെ രമണകനുമുണ്ട്. വരൂ എൻ്റെ കൂടെ. കാഴ്ചയുടെ ലോകത്തിലേക്ക് ഞാനും ഉണ്ട്. ആരാത്? ഞാൻ രഘുരാമൻ. മഹാരാജാവേ, അന്ധതയുടെ ഈ തടവറയിൽ നിന്ന് ഞാൻ നിങ്ങളെ മോചിപ്പിക്കാം. എന്നെ വിശ്വാസമാണെങ്കിൽ. വിശ്വാസമായി. ഈശ്വരാ, രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പ് സഫലമായി. വരൂ. കേട്ടോ, മഹാരാജാവിനെയും രാജ്ഞിയെയും രഘുരാമൻ തടവറയിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതെങ്ങനെ കഴിഞ്ഞു? കാഴ്ചയുള്ളവർക്ക് അതൊക്കെ എളുപ്പമാണത്രേ. രാജാവും രാജ്ഞിയും രമണനും ഒക്കെ രഘുരാമനെ വിശ്വസിക്കുന്നു. മഹാരാജാവ് വിശ്വസിച്ചെങ്കിൽ അത് സത്യമായിരിക്കും. നമുക്കും പോകാം. ഏതോ അജ്ഞാത സ്ഥലത്താണ് അവൻ. ആ അവിശ്വാസിയുടെ ജൽപ്പനങ്ങളിൽ വഴിതെറ്റിയ മന്ദബുദ്ധികൾ മരണത്തിലേക്ക് പായുകയാണ് പ്രഭു. എങ്ങനെയും അവരെ തടയണം. അവനെ ഉന്മൂലനം ചെയ്യണം. അതെ,
ഇല്ലെങ്കിൽ ഭരിക്കാൻ പ്രജകളില്ലാത്ത രാജ്യത്തിന്റെ രാജാവ് എന്നങ്ങ് അറിയപ്പെടും. ഞാൻ കാലാകാലങ്ങളായി സാംശീകരിച്ചു വെച്ച ശബ്ദത്തിന്റെ ബീജുകൾ ആളുകളിൽ പ്രസരിപ്പിച്ച് ഒരു മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി നോക്കിയാലോ? ആദ്യം അവന്റെ താവളം അറിയണം. ശബ്ദശാസ്ത്രത്തിൽ മാത്രമല്ല, ചാരവൃത്തിയിലും ഈ ശ്രവണൻ അഗ്രഗണ്യനാണ്.